87ഓളം ആനകളും 10ഓളം കരടികളുമുണ്ട്. എല്ലാവർക്കും മാമനും മക്കളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്ന ഇടുക്കി തന്നെയാണ് കേട്ടോ. നമ്മൾ എന്നും താഴ്വാരങ്ങളും മലയോരങ്ങളിലും പള്ളികളിലും അമ്പലങ്ങളിലൊക്കെയാണ്. പക്ഷെ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇടുക്കി ഡാമിൽ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടർന്നാലും. നമ്മള് ബോട്ടിങ്ങിന് പോകാൻ വന്നിരിക്കുകയാണ്. ചെറുതോണിയിലാണ്. ചെറുതോണിയിൽ നിന്ന് തൊടുപുഴ റൂട്ട് വയനാട് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇത് വഴി വെച്ച് നമുക്ക് കാണാം ബോട്ട് ക്രൂസ് ഇൻ ഇടുക്കി ഡാം ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ചെറുതോണി ഡാമിൻ്റെ എൻട്രൻസ് ഉണ്ട്, അവിടെ വിസിറ്റ് ചെയ്യണം. അതിന് നമുക്കൊരു ബോട്ടിങ്ങിന് ഒന്ന് പോകാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അടിപൊളി തിരക്കാണ്. ടിക്കറ്റ് 145 രൂപ, അഡൽസ് കുട്ടികൾക്ക് 85 രൂപ. നമ്മൾ രാവിലെ ബുക്ക് ചെയ്തിട്ട് 2:30 ബോട്ടിങ് ആയിട്ട് ചെയ്യും. അടിപൊളിയായിട്ട് ബോട്ടിങ്ങിന് പോകാം. പെട്ടെന്ന് ബോട്ടിങ്ങിന് പോകാം. ഏകദേശം ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 300 മീറ്റർ നമ്മൾ സഞ്ചരിക്കണം ബോട്ട് കയറുവാൻ. ഫോറസ്റ്റിനുള്ളിലൂടെ തന്നെയാണ് നമ്മൾ ബോട്ടിംഗ് ലാൻഡിലേക്ക് എത്തിപ്പെടേണ്ടത്. പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ കോട്ടേജുകളൊക്കെ കാണാൻ സാധിക്കും. ഹണിമൂൺ കോട്ടേജുകളാണ്. 5000 രൂപയോളമാണ് ഇതിന്റെ റെന്റ്. ഇത് പബ്ലിക്കിനായി വാടകയ്ക്ക് നൽകുന്നതാണ്. ഡാമിന്റെ സൈഡില് ഒരു സംഭവം എന്താണെന്നറിയത്തില്ല. കോട്ടേജ് എന്തോ ആണ്. എന്നാലും ഇടുക്കി ഡാം അടിപൊളി. ഇതാണ് ഡാം സൈറ്റ്. അടിപൊളിയാണ്. അങ്ങനെ ഇടുക്കി ഡാമിന്റെ ബോട്ടിങ് ഈ ഡാമിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എത്തി നമുക്ക് ബോട്ട് വരാൻ വെയിറ്റ് ചെയ്യാം. നമുക്ക് ബോട്ടിംഗ് ലാൻഡിലേക്ക് പോകും. ബോട്ട് അടുക്കുന്നത് ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്. അങ്ങോട്ട് പോകും. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ലാൻഡിലെത്തി. ഞങ്ങളെപ്പോലെ തന്നെ ബോട്ടിംഗ് ആസ്വദിക്കുവാൻ കുറേ സഞ്ചാരികൾ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കൂടുതലാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ വെള്ളത്തിനടിയിൽ ഏകദേശം 40ഓളം കാറുകൾ പാർക്ക് ചെയ്യാവുന്ന ഒരു മൈതാനം മുങ്ങിക്കിടപ്പുണ്ട്. സഞ്ചാരികളുമായി നമുക്ക് പോകേണ്ട ബോട്ട് അങ്ങകലെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കൊറോണ കാലഘട്ടത്തിന്റെ ഭാഗമായി സോഷ്യൽ ഡിസ്റ്റൻസിംഗ് അനുസരിച്ച് 16ഓളം സഞ്ചാരികൾ മാത്രമാണ് ഒരു സമയം ബോട്ടിംഗ് നടത്തുന്നത്. ഒരു ദിവസം ഏകദേശം 5ഓളം സർവീസുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കാറുണ്ട്. ഓരോ സർവീസിന് ശേഷവും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് സാനിറ്റൈസേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് പിന്നീടുള്ള സർവീസുകൾ പുനരാരംഭിക്കുന്നത്. അങ്ങനെ വന്ന സഞ്ചാരികൾ ഇറങ്ങിത്തുടങ്ങി. ഇനി സാനിറ്റൈസേഷനൊക്കെ ശേഷം നമ്മൾക്ക് ബോട്ടിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ബോട്ടിലെ സാനിറ്റൈസേഷൻ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ബോട്ട് ജീവനക്കാർ. അതിനുശേഷം മാത്രമേ ബോട്ടിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. ബോട്ടിൽ ആളെ കയറ്റി തുടങ്ങി. അവസാനമായിട്ടാണ് ഞാൻ ബോട്ടിലേക്ക് കയറുന്നത്. പിന്നിൽ തന്നെ ഒരു സീറ്റ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് സഞ്ചാരികളുമായി ബോട്ട് മെല്ലെ നീങ്ങി തുടങ്ങി. പല പല നാടുകളിൽ നിന്ന് ഇടുക്കി ആസ്വദിക്കുവാൻ എത്തിയവരാണ് സഹയാത്രികരിൽ പലരും. ബോട്ടിലെ മറ്റൊരു ജീവനക്കാരൻ സഞ്ചാരികളിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന തിരക്കിലാണ്. അനന്തമായ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമെന്നാണ്. ചരിത്രങ്ങളെ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ജലാശയത്തിന് ഉൾവശം
നിബിഡമായ ഒരു വനമേഖലയായിരുന്നു പണ്ട്. ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയുണ്ടായിരുന്നു ഇവിടെ. ഈ ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെള്ളം കയറ്റി വിട്ടുകൊണ്ടാണ്, അതിന് മുകളിലൂടെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര. 1986 ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്തതിനു ശേഷമാണ് ഈ വനമേഖല ഈ ജലാശയത്തിന് കീഴടങ്ങിയത്. ഈ യാത്രയിൽ നമുക്ക് പ്രധാനമായും കാണുവാൻ സാധിക്കുന്നത് 2018 പ്രളയകാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഇടുക്കി ഡാമും ചെറുതോണി ഡാമും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് സമുദ്രതലത്തിൽ നിന്നും 2393 അടി ഉയരത്തിലാണ്. ഇവിടുത്തെ വെള്ളത്തിന്റെ ആഴം ഏകദേശം 391 അടിയാണ്. എന്ന് വെച്ചാൽ ഒരു 40 നില കെട്ടിടം ഇവിടെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് മുങ്ങിപ്പോകും. ഈ റിസർവോയറിന്റെ പരമാവധി സംഭരണ ശേഷി 2405 അടിയാണ്. 2405 അടി 60 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ 2.5 ലക്ഷം കോടി ക്യൂബിക് മീറ്ററാണ് ഇതിനുള്ളിലേക്കുള്ളത്. അതാണ് ഇടുക്കി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എറണാകുളം തുടങ്ങിയ നഗരങ്ങൾ അപ്രത്യക്ഷമാവും എന്ന് പറയുന്നത്. അങ്ങ് വിദൂരതയിൽ ചെറുതോണി ഡാമും ഇടുക്കി ഡാമും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രണ്ട് ഡാമുകളുടെ വിശേഷങ്ങളിലേക്കും ചരിത്രങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. പരമാവധി സംഭരണ ശേഷി വരുമ്പോൾ മാത്രം തുറക്കുവാനുള്ളതാണ് ചെറുതോണി ഡാം. ചെറുതോണി ഡാമിന് 4 ഷട്ടറുകളാണുള്ളത്. 45 വർഷം മുമ്പ് കമ്മീഷൻ ചെയ്ത ഡാമിന് 472 അടി ഉയരമുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ആകെ 4 തവണ മാത്രമാണ് ഈ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. 1981, 92, പിന്നെ നമ്മൾക്കെല്ലാം അറിയാം 2018 പ്രളയകാലത്ത് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ മാത്രം. എമർജൻസി ഷട്ടറുകൾ ഒഴിച്ചാൽ ഇടുക്കി ഡാമിന് മറ്റു ഷട്ടറുകളില്ല. ഇടുക്കി ഡാം പണി കഴിച്ചിരിക്കുന്നത് കുറുവൻ കുറുത്തി മലകൾക്ക് കുറുകെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ചെറുതോണി ഡാമും ഇടുക്കി ഡാമും സത്യത്തിൽ രണ്ടും 2 പുഴകൾക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ്. പെരിയാർ റിവറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇടുക്കി ഡാം. ചെറുതോണി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് ചെറുതോണി ഡാം. ഈ 2 നദികളെയും വേർപ്പെടുത്തി ഒരു വലിയ മല ഈ ജലാശയത്തിനുള്ളിൽ കിടക്കുന്നുണ്ട്. ആ മലകളുടെ മുകളിലൂടെയാണ് നമ്മളുടെ സഞ്ചാരം. ഇടതുവശത്തായിട്ട് കാണുന്നതാണ് കുറുവൻ മല, വലതുവശത്തായിട്ടാണ് കുറുത്തിമല. ഇതിനുള്ളിലൊരു പുരാണം കൂടി ഒളിച്ചിരിപ്പുണ്ട് കേട്ടോ. വനവാസകാലത്ത് പെരിയാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയ സീതയെ ശല്യപ്പെടുത്തിയതിൽ ക്ഷുഭിതനായി ശ്രീരാമൻ കുറവൻ കുറുത്തിമാരെ ശപിക്കുകയും അവർ 2 മലകളായി തീരുകയും ചെയ്തുവത്രേ. പിന്നീട് കലികാലത്തിൽ മനുഷ്യർ നിങ്ങളെ ഒന്നിപ്പിക്കുകയും എന്നും അതിനാൽ നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യുമെന്ന് ശ്രീരാമൻ പറഞ്ഞു. അങ്ങനെ ഇടുക്കി ഡാമിനാൽ അവർ ഒന്നിക്കുകയും ശാപമോക്ഷം ലഭിച്ചു എന്നും പറയപ്പെടുന്നു. പക്ഷെ ഇതിന് തെളിവുകളൊന്നുമില്ല. ഇതൊരു പുരാണം മാത്രമാണ്. വൈശാലി ഗുഹ നിങ്ങളുടെ മുന്നിൽ കുറുവൻ മലയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നാട്ടിൽ മഴ പെയ്യ്ക്കുവാൻ കാട്ടിൽ വസിക്കുന്ന മുനികുമാരന്റെ കഥ പറയുന്ന ഇന്ത്യയുടെ വൈശാലി. ആ ചിത്രത്തിന് സാക്ഷ്യം വഹിച്ചതിനാലാണ് ഈ ഗുഹയ്ക്ക് വൈശാലി ഗുഹ എന്ന് അറിയപ്പെടുന്നത്. കുറുവൻ മലയിൽ കാണുന്ന ഈ വിടവ് ചെറുതോണി ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ മെറ്റലുകൾ എടുക്കുവാൻ നിർമ്മിച്ചതാണ്. ആ മെറ്റലുകൾ പുറത്തേക്ക് കൊണ്ടുപോകുവാനാണ് വൈശാലി ഗുഹ നിർമ്മിച്ചത്. ഈ ജലാശയത്തിലെ വെള്ളം സംരക്ഷിച്ചു നിർത്തുന്നത് 3 ഡാമുകളാണ്: ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇതിൽ കുളമാവ് ഡാമിലൂടെ മുകളിലൂടെ മാത്രമേ വാഹന സഞ്ചാരം അനുവാദമുള്ളൂ. വർത്തമാന കാലഘട്ടത്തിൽ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന പാലാരിവട്ടവും പഞ്ചവടി പാലവും പോലെ 2018 പ്രളയകാലത്ത് മാധ്യമങ്ങളിലെ നിറസാന്നിധ്യമായിരുന്നു ചെറുതോണി പാലം.
പക്ഷേ അന്നത്തെ പ്രളയകാലത്ത് ചെറുതോണി പാലത്തിന്റെ ഇരുകരകളും തകർന്നു പോയിരുന്നു. ആയതിനാൽ അന്ന് വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇടുക്കിയുടെയും ചെറുതോണി ഡാമിന്റെയും മുകളിലൂടെയായിരുന്നു. അങ്ങനെ ഇടുക്കി ഡാമിന്റെയും ചെറുതോണി ഡാമിന്റെയും ചരിത്രങ്ങളോടും ഇവിടുത്തെ പുരാണങ്ങളോടും യാത്ര പറഞ്ഞുകൊണ്ട് ബോട്ട് തിരികെ യാത്ര തുടങ്ങിയുണ്ടായി. ഈ ബോട്ടിലെ ഫോറസ്റ്റ് ഡ്രൈവർ മാത്രമല്ല കേട്ടോ, നല്ലൊരു ഗൈഡ് കൂടിയാണ് അദ്ദേഹം. ഇവിടെ വരുന്ന സഞ്ചാരികൾക്കായി ഈ ഡാമിനെ കുറിച്ചും ഇവിടുത്തെ ചരിത്രങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾക്കിത് വേറിട്ടൊരു അനുഭവമാവാം ഈ യാത്ര. പക്ഷെ നിത്യേനയുള്ള യാത്രയിൽ വിരസതയെന്നോളം ബോട്ടിലെ സഹായി നല്ല ഉച്ചമയക്കത്തിലാണ്. ഈ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കടുവയോ പുലിയെയോ കാണുവാൻ സാധിക്കില്ല. അവയുടെ സാന്നിധ്യം ഇവിടെയില്ല. കാരണം ഇതിനു ചുറ്റും ജനവാസ മേഖലയാണ്. ഈ വനമേഖലയ്ക്ക് പെരിയാർ ടൈഗർ റിസർവുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാവാം ഇവിടെ പുലിയുടെയോ കടുവയുടെയോ സാന്നിധ്യം ഇല്ലാതായിരുന്നു. സാധാരണയായി ഇങ്ങനെയുള്ള യാത്രകളിൽ നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇന്ന് എന്തുകൊണ്ടോ ഒന്നിനെയും നമുക്ക് കാണുവാൻ സാധിച്ചില്ല. 33 ഇനം മത്സ്യങ്ങളാണ് ഈ ജലാശയത്തിലുള്ളത്. ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇവിടെ നിന്നും മത്സ്യം പിടിക്കുവാനുള്ള അനുവാദമുള്ളൂ. 80 കിലോയോളം വരുന്ന കട്ട്ള ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് അവസാനമായി ഇവിടെ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ മത്സ്യം. സാധാരണയായി ഈ കരകളിലൊക്കെ വന്യമൃഗങ്ങളെയൊക്കെ കാണുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ബോട്ടിന്റെ സൗണ്ട് അല്പം കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവറും ഗൈഡും സഹയാത്രികനും എല്ലാമായ അദ്ദേഹത്തിനോട് കുറച്ച് സമയം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി 105 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള വന്യജീവി സങ്കേതമാണ്. അതിൻ്റെ ഒരു കോർണർ മാത്രമാണ് നമ്മളീ കാണുന്നത്. അതിൻ്റെ അകത്ത് ഔദ്യോഗിക കണക്കും പ്രകാരം 87ഓളം ആനകളും 10ഓളം കരടികളുമുണ്ട്. പോത്ത്, മാന, മ്ലാവ്, കേഴ, വൈൽഡ് ഡോഗ്, പന്നി, കുരങ്ങ്, ഇത്ര ആനിമൽസാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. 55 സ്പീഷീസിൽപ്പെട്ട സ്നേക്സ് ഉണ്ട്. പോയിസൺ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് 55ഓളം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പാമ്പുകൾ, ദേശാടന പക്ഷികൾ ഉൾപ്പെടെ 172 തരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്. 483ഓളം ഇനങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങൾ, സസ്യങ്ങൾ, ചന്ദനം ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് സമൃദ്ധമായിട്ടുണ്ട്. 70 തരത്തിലുള്ള ബട്ടർഫ്ലൈസ്, പൂമ്പാറ്റകൾ. ഏറ്റവും അടുത്തായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള സർവേ നടത്തി കണ്ടെത്തിയിട്ടുള്ളത് 61 ഇനത്തിൽപ്പെട്ട ഉറുമ്പുകൾ ഇതിനകത്ത് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വന്യജീവികളെ ജീവജാലങ്ങളെ കൊണ്ട് ജീവജാലങ്ങളെ കൊണ്ട് സമൃദ്ധമായി ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ കണ്ടത്. സഞ്ചാരികളുടെ സംശയ നിവാരണത്തിന് വളരെ വാചാലനാണ് ഇത്. ഇങ്ങനെയും സർക്കാർ ഉദ്യോഗസ്ഥരും വിമർശനമല്ല, സംശയമാണ് കേട്ടോ. പബ്ലിക് റിലേഷൻഷിപ്പ് ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു മുതൽക്കൂട്ടാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ. അങ്ങനെ നമ്മളുടെ യാത്രയുടെ അവസാനമെത്തി. ഫോട്ടോടിപ്പിച്ചു, ബോട്ടിൽ നിന്ന് ഇറങ്ങണം. അടുത്ത ട്രിപ്പിനായി സഞ്ചാരികൾ നിരനിരയായി നിൽക്കുന്നു. അവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുന്നു. പെട്ടെന്നൊരു കാഴ്ച. പ്രായം സഞ്ചാരത്തിനൊരു തടസ്സമേ അല്ല. പ്രായമായൊരു മുത്തശ്ശി ബോട്ടിങ്ങിനായി തയ്യാറെടുത്തു നിൽക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ബോട്ടിങ് സൂപ്പർ അല്ലായിരുന്നു. അപ്പോൾ നല്ല സേഫ്റ്റി ഉണ്ട് കേട്ടോ. സാധനമൊക്കെ ഇട്ടിട്ടാണ്, പക്ഷെ അത് ഇടുമ്പോൾ കുറച്ച് അസ്വസ്ഥത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇത് വിശേഷങ്ങൾ തീർന്നിട്ടില്ല കേട്ടോ. ഇനിയും ഞങ്ങൾ വരും.